ഹരേ ഗുരുവായൂരപ്പാ ശരണം. നിങ്ങളോടൊപ്പം സദാസമയവും ഭഗവാനുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്. എങ്ങനെയെന്നല്ലേ? ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച എത്രയോ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച എത്രയോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കലും എത്തിച്ചേരില്ല എന്ന് വിചാരിച്ചിടത്തേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ തലോടലുകളാണ്. ഇനി നമുക്ക് വന്നു ചേരുന്ന വിഷമങ്ങൾ സുഖം മാത്രമല്ലല്ലോ ജീവിതം. നമ്മൾ ചെയ്തു വെച്ച പാപകർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ അതിൻ്റെ കാഠിന്യവും നമുക്ക് കുറച്ച് കൊണ്ടുവരാം. നാമജപത്തിലൂടെ നിത്യവും നാമം ജപിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ പാപദോഷവും നമുക്ക് തന്നെ കുറച്ചു കൊണ്ടുവരാം. മറ്റെവിടെയും കിട്ടാത്ത ശാന്തി ഭഗവാനോട് അടുക്കുന്തോറും നമുക്ക് കിട്ടും. ആപത് ബാന്ധവൻ ആണ് ഭഗവാൻ. നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ ഭക്തരുടെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഭഗവാനായിരിക്കും. നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മളെ ഭഗവാൻ കൈപിടിച്ചു ഉയർത്തും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.